നമ്മളിപ്പോ കാണുന്നതില്ലേ, ഇത് അവിടെ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞാണ്. ഇതൊക്കെ ബേബി പ്ലാന്റ്സ് ആണെന്നാണ് ചേച്ചി പറഞ്ഞത്. ഇപ്പൊ ജസ്റ്റ് നട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ഹാർവെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് നമ്മൾ വന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറെ അധികം ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടെ ഈ ചേച്ചി നട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ എത്ര ദിവസമായിട്ടുണ്ടാവും ഇതൊക്കെ ഒരു 20 days ആയിക്കോണം. ഇതൊക്കെ ഒരു 20 days ആയിട്ടേ ഉള്ളൂ. ഇതിപ്പോ ഒക്കെ എന്താ വിളവെടുക്കുന്ന ഒരു ടൈമിലേക്ക് വരികയാണ് അല്ലെ. അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള സാധനങ്ങളാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ സാധാരണ ബർഗർ, പിസ്സ ഒക്കെ പിസ്സ അല്ല, ബർഗർ, സാൻഡ്വിച്ചിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എല്ലാ രീതിയിലുള്ള നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ കൃത്രിമമായിട്ട് ചെയ്തിരിക്കും അല്ലെ. അതായത് നമ്മുടെ ഈ സ്ഥലത്ത് ഇത് എന്താ വളരില്ല, നമ്മുടെ ആ ക്ലൈമറ്റിൽ ഇത് സെറ്റ് ആവില്ല. പക്ഷെ നമ്മളത് കൃത്രിമമായിട്ട് ചെയ്തിട്ടാണ് ഇതിങ്ങനെ വളർത്തി വെച്ചിരിക്കുന്നത്. ഇതാ നോക്കി, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വളർന്ന് നിപ്പുണ്ട്. ഇത് നമുക്ക് തൊടാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ ഫുൾ മാസ്ക് ഒക്കെ ഇട്ട് സെറ്റിൽ ഭയങ്കര ഇതായിട്ടാണ് ഇതിനകത്ത് കയറുന്നതൊക്കെ. പിന്നെ ആ ഫാനിന്റെ കാര്യം എന്തായിരുന്നു ചേച്ചി പറഞ്ഞത്? ഫാൻ ഇതൊന്ന് എയർ സക്ക് ചെയ്ത് പുറത്തേക്ക് കളയുന്ന ഫാനാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഫാനും ഈ പാഡും. ഈ പാഡിലേക്ക് വെള്ളം സർക്കുലേറ്റ് ചെയ്യും. പിന്നെ ഈ ഫാൻ ഇത് ഈ എയറിനെ സക്ക് ചെയ്ത് പുറത്തേക്ക് വിടും. അപ്പൊ ഈ ഫാമിന്റെ ടെമ്പറേച്ചർ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ സൈഡിലേക്കൊക്കെ ഒന്ന് പോവാം. ഓഫ് കോഴ്സ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ, നിറച്ച് ചെടികളല്ല. ഇത് പാലക്കാണ്. ഇവിടെ റോക്കറ്റ് ലീവ്സ് ഉണ്ട്. റോക്കറ്റ് ലീവ്സ് എന്ന് പറഞ്ഞാൽ ജർജീർ, അത് അറബ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഇലയാണ്. അവര് കഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇലവർഗമാണ് അത്. പിന്നെ ഇത് ബട്ടാവിയ, ഇത് റൊമൈൻ. ഇത് രണ്ട് ലെറ്റസ് ഇനങ്ങളിൽപ്പെട്ടതാണ്. ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേബി പ്ലാന്റ്സ് നിൽപ്പുണ്ട്. ഇതാണ് നഴ്സറി, നമ്മുടെ നഴ്സറി. ഇതിനെയും ഈ വിളവെടുപ്പ് കഴിഞ്ഞെടുത്ത് പിന്നെയും നടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നോ നാളെയൊക്കെ നടുവായിരിക്കും അല്ലെ? ഇന്ന് തന്നെ നടും. ഇന്നലെ ഹാർവെസ്റ്റ് കഴിഞ്ഞു, അപ്പൊ നമ്മൾ ഇന്ന് നടും. ഓക്കെ, ഇന്ന് തന്നെ ഇത് നടാൻ വെച്ചിരിക്കുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഇങ്ങോട്ടേക്ക് വരുമ്പോ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ബേബി പ്ലാന്റ്സ് ആണ്. ഇങ്ങോട്ട് വരുമ്പോ ഫുൾ ഇതൊക്കെ ഏതാണ്ട് പറിക്കാൻ പാകമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നമ്മളെല്ലാരും ഇത് കഴിച്ചിട്ടുണ്ടാവും, കാണുമ്പോ മനസ്സിലാവുന്നില്ലാന്നേ ഉള്ളു അല്ലേ? അതെ അതെ. ഓക്കെ, ഇതേ നോക്കിയേ, അത്യാവശ്യം ഇതിപ്പോ ഉടനെ ഉണ്ടാവില്ലേ വിളവെടുക്കുന്ന? അതെ അതെ ഉണ്ടാവും. ഒരു 2-3 days. ഇത് റൊമൈൻ, അതായത് സീസർ സാലഡ്സിന്റെ മെയിൻ ഇതാണ്, ഇൻഗ്രീഡിയന്റ് ആണ് ഇത്. ഓക്കെ, ഇതിന്റെ വിത്തൊക്കെ എവിടുന്നാ കിട്ടുന്നേ? നമ്മള് നെതർലാൻഡ്സ് നിന്ന് ഓർഡർ ചെയ്യുന്നതാണ്. നമ്മള് ഡയറക്റ്റ് അല്ല, നമ്മള് ഏജൻസ് വഴി നെതർലാൻഡ്സിന്റെ വിത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കാണുന്നതെല്ലാം നെതർലാൻഡ്സിൽ നിന്ന് ഇവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണെന്നാ പറയുന്നത്. ഏജന്റ് വഴി അല്ലേ? ഏജന്റ് വഴി നെതർലാൻഡ്സിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഈ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം എന്താ പറയുന്നത്, ഒരു കൃത്രിമമായിട്ട് ചെയ്ത് വിളയിച്ചിരിക്കുക അല്ലേ? അതെ അതെ. ഓക്കെ, ഇവിടെ എല്ലാം ഇതെല്ലാം പറിച്ചതാണെന്ന് തോന്നുന്നു. അതെ, ഇന്നലെ ഹാർവെസ്റ്റ് കഴിഞ്ഞതാണ്. ഇതെല്ലാം എടുത്തതാണ്. ഇനിയും ബാലൻസ് ഉള്ളത് എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക. നോക്കിയേ ചേച്ചി, ഒരു പോളി ഹൗസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാവോ? പോളി ഹൗസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ കേരളത്തിൽ സ്ഥലം കുറവാണ് കൃഷി ചെയ്യാൻ. അപ്പൊ നമ്മൾ കൃഷി ചെയ്യാൻ സ്ഥലം കുറവാകുമ്പോൾ നമ്മൾ കുറച്ച് സ്ഥലത്ത് മാക്സിമം വിളവ്, അതാണ് നമ്മുടെ എയിം. ഇപ്പൊ നമ്മള് പുറത്തുനിന്നുള്ള പച്ചക്കറികളും ഇലകളും എല്ലാം കഴിക്കുന്ന ആൾക്കാരാണ്. എല്ലാം നമ്മുടെ സ്റ്റേറ്റിലേക്ക് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന. അപ്പൊ നമുക്ക് കുറച്ച് സ്ഥലത്ത് എങ്ങനെ മാക്സിമം ഈൽഡ് ഉണ്ടാക്കാം, അതാണ് പോളി ഹൗസ് ഹൈഡ്രോപോണിക് സിസ്റ്റത്തിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ചേച്ചി, നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് എങ്ങനെ നിലനിർത്താൻ പറ്റുന്നേ? അത് ഈ ഫാനും പാഡും വെച്ചിട്ടാണ് നമ്മൾ ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ക്ലൈമറ്റ് അല്ല, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഫാനും പാഡും വെച്ചിട്ടാണ്. ഈ ഫാൻ രാവിലെ 9 o'clock ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. ടെമ്പറേച്ചർ കുറവാണ്, മഴക്കാറൊക്കെ ഉണ്ടെങ്കിൽ അത് ഓഫ് ആയിക്കോളും ടെമ്പറേച്ചറിനനുസരിച്ച്. ക്ലൈമറ്റിന്റെ ഇത് കൊണ്ടാണോ പറഞ്ഞത് ഇതിവിടെ നമുക്ക് നമ്മുടെ നേച്ചറിൽ ഇത് വളരില്ല? അതെ അതെ, ഇതിനകത്ത് മഴയൊക്കെ ഓവർ ആയിട്ടുണ്ടെങ്കിൽ ഈ ചെടി നശിച്ചു പോകും. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള പെരിഷബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇവിടേക്കൊക്കെ വരുമ്പോ നല്ല ചൂടാട്ടോ, പക്ഷെ നല്ല ചൂടാ അതിനകത്ത് നിക്കുമ്പോ. ഇതെല്ലാം ചെറിയ ചെടികൾ. ഇപ്പം റീസെന്റ് വെച്ചതേ ഉള്ളൂ? അതെ, ഇന്നലെ വെച്ചതേ ഉള്ളൂ.
ഇതിങ്ങനെ ഇതിപ്പം നമ്മുടെ നഴ്സറിയിൽ എക്സ്ട്രാ വന്ന കുറച്ച് പ്ലാന്റ്സ് ഞാൻ എടുത്തു വെച്ചെന്നുള്ളു. അതുകൊണ്ടാണ് മിക്സ് ആയിട്ട് കിടക്കുന്നത്. അതല്ലല്ലോ ഇതിങ്ങനെ ഇരിക്കുന്ന ഇത് വളരുന്ന ശരിയാണോ ഒരുപാട് മറ്റേതുപോലെ വൺ ടൈം ഈൽഡ് അല്ല, മൾട്ടി. അതിന്റെ അടുത്തൂടെ പോകുമ്പോ ഒരു മണമില്ലേ? ഇത് ഇറ്റാലിയൻ ബേസിലാണ്. ഇതെന്തിനാ യൂസ് ചെയ്യുന്നേ? ടീ കുടിക്കാം. വേണ്ട, ഇതിന് നല്ലൊരു മണമുണ്ട് കേട്ടോ. മണത്ത് നോക്കൂ. ഇതിന് നല്ലൊരു മണമുണ്ട്. നമ്മള് തുളസിയുടെ ഒക്കെ പോലത്തെ ഒരു മണമാണ് കേട്ടോ. നല്ല ഇത് ടീ ഒക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടിട്ടാണെന്നാണ് പറഞ്ഞത്. നല്ല മണമാണ് ശരിക്കും. തുളസി എങ്ങനെയാണോ അതിന്റെ ഒരു. പിന്നെ പാസ്തയുടെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ നമുക്ക് ചീസിൽ കട്ട് ചെയ്തിട്ട് ബ്രെഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ഇതത്ര ആയിട്ടില്ല, ആയി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇറ്റാലിയൻ ക്യൂസിൻ കഴിക്കുന്ന കടകള് അങ്ങനെയുള്ള റെസ്റ്റോറന്റുകളിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ചേച്ചി എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? എനിക്ക് കൃഷി പൊതുവെ ഇഷ്ടമാണ്. പിന്നെ എനിക്കൊരു 3 ഏക്കർ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റിന്റെ ഫാം ഉണ്ട്. പിന്നെ ഒരു 2019 മുതലുള്ള ഒരു ജേർണി ആയിരുന്നു ഇതെങ്ങനെയാണ്, ഇത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ഫാമുകൾ വിസിറ്റ് ചെയ്തു. പിന്നെ അപ്പൊ എനിക്ക് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ചെയ്തതാണ്. പിന്നെ നാട്ടിലേക്ക് വന്നപ്പം നമുക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ലാത്തോണ്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഇതിലേക്ക് തന്നെ നമ്മുടെ ഇഷ്ടം നോക്കിയിട്ട് ഞാൻ ഇതിലേക്ക് വന്നു. നമ്മൾ ഇതിന് എത്ര എക്സ്പെൻസ് വന്നു കാണും? ഇത്രയും ഓൾമോസ്റ്റ് 40 lakhs. നമ്മുടെ ഫാമിലി എല്ലാരും സപ്പോർട്ടീവ് ആണ്? ഫാമിലിയാണ് ഫുൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് ഇതിനകത്ത്, അല്ലാതെ അഡീഷണൽ ലേബേഴ്സ് നമുക്കില്ല. മാർക്കറ്റിംഗ് വളരെ വലിയൊരു ചാലഞ്ചിങ് ഏരിയ ആണ് ഇതിന്റെ കേസിൽ. മറ്റുള്ള സാധനങ്ങൾ, മറ്റുള്ള ഫാം, ഓപ്പൺ ഫീൽഡ് ഫാമിൽ നമുക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് ലോക്കൽ മാർക്കറ്റ് വിറ്റ് പോകും. പക്ഷെ ഇത് അങ്ങനെയല്ല. ലോക്കൽ മാർക്കറ്റിലൊന്നും ഇത് അങ്ങനെ വിറ്റ് പോകത്തില്ല. നമ്മൾ തന്നെ മാർക്കറ്റ് കണ്ടുപിടിക്കണം. പ്രീമിയം ഷോപ്പുകളിൽ പ്രീമിയം പ്രൈസിൽ തന്നെയാണ് ഇത് പോകുന്നത്. അപ്പം നമ്മൾ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങണം. അപ്പൊ ഇത് മാത്രമല്ല, ഇനി വേറൊരെണ്ണം കൂടെ ഉണ്ട് ഫ്രൂട്ട്സിന്റെ അല്ലേ? അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നിലത്തുനിന്ന് കുറച്ച് സ്ഥലം മേടിച്ചേനെ. ഹായ് ചെങ്കുട്ടരെ, അന്നേരം എന്നാ നമ്മൾ ആദ്യം ഒരെണ്ണം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ 3 ഉണ്ട്. നിങ്ങൾ കണ്ട് ഞെട്ടാൻ വേണ്ടി പോവുകയാണ്. അത് കണക്കല്ലേ ഇവിടെ ഇത് എന്താ പ്രത്യേകത? അതുമായിട്ട് നമ്മളിവിടുത്തെ ക്ലൈമറ്റ് ഇത് പിടിക്കൂലേ? ഞാനങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവന്നാ. ഇത് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്തോ? ഇമ്പോർട്ട് ചെയ്തൊന്നല്ല, നമുക്ക് പൂനെന്ന് കൊണ്ടുവന്നല്ലേ? ഓക്കെ, അന്നേരം അതിന്റെ വിശേഷമാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്ന് കണ്ടാലോ? കണ്ടോ, ഇതാണ് ഐറ്റം. കണ്ടോ, ഇവിടെ ഫുള്ള് അതാണ് കേട്ടോ. പോളി ഹൗസ് ഇല്ലേ? ഇതും എന്തോ എത്ര നാളാണ് ഇതെല്ലാം ചെയ്തു തുടങ്ങിയിട്ട്? ഇപ്പം 6 മാസമായിട്ടുള്ളൂ. ഓക്കെ. ചേച്ചി ഒറ്റയ്ക്കാണോ വേറെ? ഇല്ലില്ല, എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ്. ഓക്കെ, അതൊരു ധൈര്യം തന്നെയാണ് കേട്ടോ. സമ്മതിച്ചു തന്നേ പറ്റൂ. വിനീഷ, നിന്നെക്കൊണ്ട് പറ്റുമോ? ചിന്തിക്കാൻ പോലും പറ്റുമോ നിനക്ക്? ഇത് ഫുള്ള് പ്ലാന്റ് അതിനകത്ത് ചെയ്തിരിക്കുന്നല്ലേ? ഇതിനകത്ത് ഈ പറയുന്ന ഇതെല്ലാം പിടിച്ചു തുടങ്ങി ഇതിനകത്ത്. പിടിച്ചു, പക്ഷെ നമ്മളിപ്പോ അങ്ങനെ കാ പിടിക്കാൻ വിടത്തില്ല. വെജിറ്റേറ്റീവ് ഗ്രോത്തിന് വേണ്ടി നിർത്തിയേക്കുക. ഓ, അങ്ങനെയുണ്ടല്ലേ? ഇത് ലൈഫ് എത്ര ഉണ്ട് ഇതിന്റെ ചെടിക്കൊക്കെ? നമ്മള് ഫ്രൂട്ടിങ്ങും ഫ്ലവറിങ്ങും അനുവദിക്കാതിരുന്ന ഏകദേശം ഒരു 15 വർഷം നമുക്ക് ലൈഫ് കിട്ടും. 15 വർഷം കിട്ടില്ലേ? 20 വർഷം വരെ. ഓക്കെ, നിലവിൽ ഇനി എത്ര നാൾക്ക് ശേഷമായിരിക്കും ഇതിന് വിളവെടുത്തു? 1 വർഷം കഴിഞ്ഞാൽ വിളവെടുക്കും. ഓ, എന്നിട്ട് പ്ലാൻ ശരി 6 മാസമല്ലേ ആയുള്ളൂ. അല്ല, ഇപ്പൊ ചെടി ഓൾറെഡി വളർന്ന ചെടികളായിരുന്നു നമ്മൾ വാങ്ങിച്ചത്. അതിന്റെ അപ്പൊ നമുക്ക് അത്ര വെയിറ്റ് ചെയ്യണ്ട. അല്ല, ഈ പൂനെന്ന് ഇത് വരുത്തിയും കഴി ഇതിനു വേണ്ടി ഒരു വണ്ടി അവിടുന്ന് വന്നോ? അല്ല, അവര് ട്രെയിനകത്ത് അയച്ചില്ലേ? ഞാൻ അവിടെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ അതിനുശേഷമാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. ഈ ലാംഗ്വേജ് പ്രശ്നമൊന്നും വന്നില്ലേ? ലാംഗ്വേജ് ഇംഗ്ലീഷ് സംസാരിക്കും. പിന്നെ എനിക്ക് മറാഠി ഒന്നും മനസ്സിലാവത്തില്ല. പിന്നെ ഇംഗ്ലീഷിലാണ് നമ്മള്. ഇതെല്ലാം ഒറ്റയ്ക്കാണോ പോകുന്നത്? ഒറ്റയ്ക്കാണ്. അടിപൊളി കേട്ടോ. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഇത് മൊത്തവും? ഇത് 10,000 സ്ക്വയർ ഫീറ്റ് ഇല്ലേ? ഒരു നൂലില് വെള്ളം പോലും അതിനകത്ത് വീഴത്തില്ല? വീഴത്തില്ല, ഉറപ്പല്ലേ?
ഓക്കെ, ഇതിനകത്ത് മറ്റേ കണക്ക് ഫാനോ കാര്യങ്ങളൊന്നും വേണ്ടല്ലേ? ഇത് ഹൈറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ സൈഡുകളെല്ലാം ഇൻസെക്ട് നെറ്റ് വെച്ച് കവർ ചെയ്തിരിക്കാം. ഓക്കെ, പിന്നെ മേളിലും ഇൻസെക്ട് നെറ്റ് മതിയായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ മഴയെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ചെടി അങ്ങനെ മഴയിൽ ഒരുപാട് നിൽക്കാത്തതും കൊണ്ട് നമ്മള് ഇതാക്കിയത്. ഫ്രൂട്ടിങ് നടന്ന പ്ലാന്റ്, അത് കട്ട് ചെയ്യാൻ മറന്നുപോയി. ഓ, ഇതിനകത്ത് ഫ്രൂട്ട് ഉണ്ടല്ലേ ഇതിനകത്ത്? ഓക്കെ, ഇത് ചകിരിയാണ്, ചകിരിച്ചോറോ? അത് ബെറി മിക്സ് ആണ്. ഇതിനകത്ത് ചകിരിച്ചോറും ചകിരിച്ചോറിന്റെ തൊണ്ടിന്റെ ചിപ്സും കൂടെ മിക്സ് ചെയ്തതാ. ഇത് എവിടുന്ന് കളക്ട് ചെയ്യുന്നതൊക്കെ? ഇതൊക്കെ കോയമ്പത്തൂർന്ന് വരുന്നതാണ്. ആണല്ലേ? ബെറി മിക്സ്. ഓക്കെ ഓക്കെ. നിലവിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒരെണ്ണം വെക്കുന്ന എന്താ ചെലവ് വരുന്നുണ്ട് ഇപ്പം? പ്ലാന്റിന്റെ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ഈ ഒരു ഇതിന് 220 rupees ഏകദേശം ചെലവാവും. 220. ഓക്കെ ഓക്കെ. പിന്നെ ഡ്രിങ്കിങ് മറ്റേ നിപ്പിൾ ഡ്രിങ്ക് ആരോ ഇത് വെച്ചിട്ടാണ്, ഡ്രിപ്പർ വെച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ എല്ലാം അതിനും ചെയ്തിട്ടുണ്ടല്ലേ? മൊത്തം ചെയ്തേക്കുമല്ലേ? നമ്മൾ ഇതിന്റെ മെഡിസിൻസ് അല്ലെങ്കിൽ വളങ്ങളെല്ലാം കൊടുക്കുന്നത് എങ്ങനെയാണ്? ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ ആ ടാങ്കിൽ ആഡ് ചെയ്യും. ആരോ ഡ്രിപ്പ് വഴി ചെടികൾക്ക് കിട്ടിക്കോളും. ഓക്കെ 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 ഓക്കെ, കൊള്ളാം കേട്ടോ. താങ്ക് യു. ഈ ഒറ്റയാൾ പോരാട്ടം എന്ന് പറഞ്ഞത് സമ്മതിച്ചെന്ന് വെച്ചു കേട്ടോ. പോരാട്ടം അല്ലല്ലോ, വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുമല്ലോ. പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ മാർക്കറ്റിങ് അതൊക്കെ ഉള്ളൂ ഞാൻ തന്നെ ചെയ്യുന്നത്. പിന്നെ എന്റെ ഒരു സിസ്റ്റർ ഇൻ ലോ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്, അപർണ. പിന്നെ ഇപ്പൊ കണ്ടത് എന്റെ സിസ്റ്റർ ഇൻ ലോ ആണ്, പുള്ളിക്കാരി എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ അതുകൊണ്ടല്ല ചോദിച്ചത്. ശരിക്കും വീട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ മാറിയാ, ഡെയിലി പോയി വരുവാന്നാ പറഞ്ഞത്. 3 മക്കളുണ്ട്. 3 പേരുണ്ട്. 3 പേരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്ത് ഇതിന്റെ ഈ പറയുന്ന ഇതെല്ലാം മാർക്കറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ അത് സാറ് കാര്യമില്ല, സമ്മതിച്ചെന്നേ പറ്റൂട്ടോ. താങ്ക് യു. 3 മക്കളുണ്ട്. അതിലൊരാളേ ഉള്ളൂ ചെറിയ കുട്ടി, ബാക്കി 2 പേര് വലിയ കുട്ടി. ചെറിയ കുട്ടിയെ കയറ്റാറുണ്ടോ ഇതിനകത്തോട്ടൊക്കെ? ഇല്ല, കേട്ടാറില്ല. വികൃതിയാണ്. ഓക്കെ, അവനെ പോലും ഞാൻ കേട്ടാറില്ല. മറ്റവർ 2 പേരും കുറച്ച് വലിയ കുട്ടികളാണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും. ഓക്കെ, ഇതിനകത്ത് മൊത്തത്തിൽ എത്ര പ്ലാന്റ് ഉണ്ട്? ഇതിനകത്ത് ഇപ്പൊ ഏകദേശം 700 പ്ലാന്റ്സ്. 700 പ്ലാന്റ്സ്. ഇത് എന്ത് ഹൈറ്റ് വെക്കും ഈ ചെടികളെല്ലാം? ഒരു കുറ്റിമുല്ല വളർത്തി എങ്ങനെ ഇരിക്കും അത്രേ ഉള്ളൂ. ഏകദേശം ഇത്രയും വരും. നമ്മള് ബ്രാഞ്ചസ് സ്പ്രെഡ് ചെയ്യുവാണെങ്കിൽ. ഇതേതാ ഇനം? ബിലോക്സി. ഓക്കെ, ഇതെല്ലാം മാർക്കറ്റിംഗ് ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിന്റെ മാർക്കറ്റിംഗ് എല്ലാം ഓൾറെഡി ഫിക്സ് ആണല്ലേ? ഓക്കെ, അന്നേരം ഒരു വർഷം കഴിഞ്ഞ് ഇതിനെല്ലാം വിളവ് എടുക്കാം. ഞാൻ വരും കേട്ടോ, എന്നെ കാണിക്കണേ. വിനീഷ, എന്തെങ്കിലും പറയണ്ടോ നിനക്ക്? ഞാനിതെല്ലാം ഇങ്ങനെ കാണുമായിരുന്നു. ആണല്ലേ? കൊള്ളാം കേട്ടോ, രസമുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ഇത് റാസ്ബെറി. നാട്ടിൽ അത്ര പരിചയമല്ല, എല്ലാം പൂട്ട് തുടങ്ങി കണ്ടോ. ഓക്കെ 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 ഓക്കെ. അടുത്തുള്ള അങ്ങോട്ട് എന്തൊക്കെയാണ്? അതവിടെ നമ്മൾ കുക്കുംബർ ഫാം ആണ്. പിന്നെ അത് ഫുൾ കുക്കുംബറിന് വേണ്ടിട്ട്. ഇല്ല, അത് കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. ഇത് സ്കെലിറ്റൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. പിന്നെ ഇനി അകത്തുള്ള കുറച്ച് പരിപാടികൾ, സ്ട്രക്ചർ കഴിഞ്ഞു. ഈ പ്രോപ്പർട്ടി റെന്റ് ആണോ അതോ? ഇതൊക്കെ റെന്റ് ആണ്. ഇതെന്റെ അച്ഛന്റെ അനിയന്റെ സ്ഥലമാണ്. പിന്നെ അത് അപ്പച്ചിമാരുടെ സ്ഥലമാണ്. റെന്റിന് മാക്സിമം സ്ഥലം എടുത്തിരിക്കുവാണ്. അതെ, ഇതൊക്കെ വെറുതെ കിടന്ന സ്ഥലങ്ങളാ. കാട് പിടിച്ച് നമ്മൾ കട്ടാക്കി എടുക്കില്ലേ? ശരിയാ. ഓ, ഈ മാറ്റ് ഇട്ടേക്കുന്നത് നിലവിൽ വേറെ പോച്ച് അങ്ങനെയുള്ള മറ്റുള്ള പോച്ച്, ഇത് വീട് മാറ്റാണ്. ഇപ്പം വേറെ പോച്ച് കളകളൊന്നും വളരത്തില്ല. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഫാം കുറച്ച് വൃത്തിയായിട്ടിരിക്കും. പിന്നെ അങ്ങനത്തെ ഫംഗൽ ഇൻഫെക്ഷൻ, മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെല്ലാം നമുക്ക് തടയാൻ പറ്റൂല്ലേ? ഓക്കെ ഓക്കെ. അന്നേരം നിലവിൽ ഇതിനകത്ത് മാത്രമല്ല മറ്റുള്ളതിനകത്തൊന്നും ആയിട്ടില്ലല്ലേ? ഓക്കെ, കൊള്ളാം ചേച്ചി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് നടുക്കൂടെ നടന്നാലോ? നമുക്ക് അവിടെ അവിടെ നിന്നാണ് ന്യൂട്രിയൻസ് എല്ലാം. ആകെ നിലവിലൊരു ടാങ്കേ ഉള്ളൂ. പക്ഷെ ഇനി നമുക്ക് ഓരോന്നിനും ഓരോ സ്റ്റേജ് അനുസരിച്ച് നമ്മൾ വേറെ ടാങ്കുകളും വെച്ചോളൂ. ഓക്കെ, ശരി. നമ്മൾ ഈ ബ്ലൂബെറി ഇത് കൂടുതലായിട്ട് വെക്കാനുള്ള റീസൺ എന്താണ്? വെക്കാനുള്ള റീസൺ ഒന്നുമില്ല. ഞാനിതിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചു. പിന്നെ ബ്ലൂബെറി എന്ന് പറഞ്ഞാൽ ബെറീസിൽ ഏറ്റവും എക്സ്പെൻസീവായ ഫ്രൂട്ടുകളിൽ ഒന്നാണ്. ഇത് എക്സ്പെൻസീവ് ആവാൻ കാരണം ഇതിൻ്റെ കളറാണ്. ഇതിന് അങ്ങനെ റെയർ ആയിട്ടുള്ള ഫ്രൂട്ട്സേ ഉള്ളൂ ബ്ലൂ കളറിലുള്ള. ബാക്കിയെല്ലാം ഈ റെഡ്, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ഒക്കെയാണ് എല്ലാ ഫ്രൂട്ടും. ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഈ വിദേശ രാജ്യങ്ങളിൽ അവരുടെ ഒരു പകൽ സമയങ്ങളിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കാട്ടിലൊക്കെ കയറി ഇത് കളക്ട് ചെയ്യുന്ന ഒരു വീഡിയോ. അത് വൈൽഡ് ബെറീസ് ആണ്. അത് ഇഷ്ടം പോലെ കിട്ടും. നമുക്ക് നാട്ടിൽ അങ്ങനെ അത്ര കിട്ടത്തില്ല.
അതൊരു പ്രത്യേക ടൂൾ ഉപയോഗിച്ച് അതിങ്ങനെ കോരി എടുക്കുന്നത് അവർ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇതിന് മാർക്കറ്റിൽ നല്ല പ്രൈസ് വിലയൊക്കെ ഉണ്ടോ? വിലയുണ്ട്. ഇത് അതുകൊണ്ടാണ് ഇതിന്റെ വില. ഇത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. ഈ ഒരു കളറും ഉണ്ട്. വളരെ റെയർ പ്ലാന്റ്സേ ഉള്ളൂ ബ്ലൂ കളറിലുള്ള ഫ്രൂട്ട് തരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഡിമാൻഡ്. കിലോ ആണോ വില? അതോ കിലോയ്ക്കാണ് 125 ഗ്രാം പാക്കറ്റ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എന്ത് പ്രൈസ് വരും? ഏകദേശം മാർക്കറ്റ് പ്രൈസ് 299 റുപ്പീസ് ഉണ്ട്. അത്ര ഉണ്ടല്ലേ? 125 ഗ്രാമിന്. ഓക്കെ. അന്നേരം അത്യാവശ്യം നല്ല വിലയുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ. ഇതും നമ്മൾ സൂപ്പർ മാർക്കറ്റ് മുഖേനയാണോ സെയിൽ ഉദ്ദേശിക്കുന്നത് അതോ? നമുക്ക് കിട്ടാവുന്ന മാർക്കറ്റ്സ് മുഴുവൻ ഞാൻ അന്വേഷിക്കും. പിന്നെ നമുക്ക് ഏതാ പറ്റുന്നതെന്ന് വെച്ചാൽ അതിൽ അവർക്ക് കൊടുക്കും. ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. ചോദിച്ചോ. അന്നേരം നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് കാണും കേട്ടോ. അന്നേരം അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റുമോ? ഞാൻ മാക്സിമം ഫോൺ എടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാല് ഞാൻ കുറേ ഫാമല്ലേ, ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ കുറേ ഫാമുകളിൽ പോയപ്പോ എനിക്ക് അത്ര വെൽക്കമിങ് ഒന്നും ആയിരുന്നില്ല. അത് സമ്മതിക്കത്തില്ല, കേട്ടാ സമ്മതിക്കാന്നല്ല, അവര് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടും കൂടി. അപ്പൊ ഞാനൊരു കാര്യം തീരുമാനിച്ചിരുന്നു, എന്നെ വിളിക്കുന്നവര് ഞാൻ മിസ്സാവുന്ന കോൾസ് ഞാൻ തിരിച്ചു വിളിച്ച് അവർക്ക് എന്തോ ഡൗട്ടാന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഓക്കെ. നമ്മൾ ഈ പറഞ്ഞ ഈ പോളി ഹൗസ് നിർമ്മിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലേ? ഉണ്ടല്ലേ? ഓക്കെ. കാരണം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വളരെ റെയർ ആയിട്ട്. ഞാൻ കൊല്ലത്തുള്ള അവിടെ. നമ്മളെ സ്ഥലപ്പേരൊക്കെ ഒന്ന് പറയാമോ ചേച്ചി? എന്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറുപൊയ്ക എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ചെറുപൊയ്ക എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. പൗത്രേശ്വരം പഞ്ചായത്തിലെ ചെറുപൊയ്ക വാർഡിലാണ്. ഓക്കെ. ഞാൻ ചേച്ചിയുടെ നമ്പർ വെക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പിൽ മാക്സിമം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. റിപ്ലൈ അതായിരിക്കും ബെറ്റർ ഇല്ലേ? നേരെ സമയം. കാരണം ചേച്ചി മൂന്ന് മക്കളുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ ഇവിടെ ഇതെല്ലാം വന്ന് നോക്കി പരിചരിക്കണം. ഏകദേശം 30 കിലോമീറ്ററോളം ഡെയിലി വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അന്നേരം സമയം വളരെ കുറവായിരിക്കും. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, റിപ്ലൈ ഉറപ്പായിട്ടും തന്നിരിക്കും ഇല്ലേ? അതെ ഉറപ്പായിട്ടും. അങ്ങനെ ഞാനിപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ എനിക്ക് മെസ്സേജ് ഇടുന്നവർക്കൊക്കെ ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്, എൻ്റെ നമ്പർ കൊടുക്കാറുണ്ട്. അവർക്ക് എന്നെ പോലെ ക്യൂരിയസ് ആയിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാർക്ക് ഞാൻ എന്തായാലും അവോയ്ഡ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു കൊടുക്കും, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എനിക്ക് അറിയാവുന്ന എല്ലാം ഒന്നും ശരിയാവണമെന്നില്ല, അറിയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് മാത്രം കേൾക്കണ്ട, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യാ, അത്രേ ഉള്ളൂ. നമ്മൾ ഇത്രയും സംസാരിച്ചു. പേര് പറഞ്ഞില്ല. എന്റെ പേര് സുജ. മക്കളുടെ പേരൊക്കെയോ? മക്കളുടെ മൂത്താള് ഹൃദ്യ, രണ്ടാമത്തെ ആള് നിവേദ്യ, മൂന്നാമത്തെ ആള് വേദാന്ത്. ഹസ്ബൻഡോ? ഹസ്ബൻഡ് സുരേഷ്. എവിടെ എന്തോ ചെയ്യുന്നു? സൗദിയിലാണ്, പുള്ളിയാരാം വർക്ക്. ഓക്കെ. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കുകയും ചെയ്യരുത്. നമ്മൾ യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അന്നേരം ഇതിനെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ബിനീഷ ഓക്കെ അല്ലേ? ഇഷ്ടപ്പെട്ടല്ലേ? നീ പ്രതീക്ഷിച്ചു ഇത്രയും വലിയ സംഭവം അന്ന്? ഇല്ല, എനിക്ക് അറിയില്ലായിരുന്നു എന്താണെന്ന് അറിയില്ല. അതെ, നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു കൗതുകം തന്നെ ആയിരിക്കും കേട്ടോ ഇത്. ഓക്കെ ബൈ. ഒന്ന് പറഞ്ഞേരാ. ബൈ.